ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ലിസ്റ്റുകളാണ്. ജൂലൈ മാസം 29-ാം തീയതി മുതൽ ഇന്ന് വരെ ആഗസ്റ്റ് മാസം 4-ാം തീയതി വരെ റിലീസ് ചെയ്തിരിക്കുന്ന OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൂടാതെ ഒരു ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു സിനിമയുടെ അപ്ഡേറ്റും ഉണ്ട്. 19ഓളം റിലീസുകളായിരുന്നു കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പുള്ള ആഴ്ചകളുടെ റിലീസുകളുടെ ഒക്കെ എണ്ണം നോക്കുകയാണെങ്കിൽ വളരെ കുറവായിരുന്നു തന്നെ പറയാം. 19 എന്നുള്ളത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയൊക്കെ 32-30 റിലീസുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ ഒരു തെലുങ്ക് സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ്. ആരംഭം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്കിൽ ഇതിനു മുമ്പേ തന്നെ ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ തമിഴ് ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരു ത്രില്ലർ മൂവിയാണ്. അടുത്തത് നോ വേ ഔട്ട് ദ റൂലറ്റ് എന്ന് പറഞ്ഞൊരു ആക്ഷൻ അഡ്വഞ്ചർ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്മുടെ മമ്മൂക്ക ഒരു പ്രധാന വേഷത്തിലെത്തിയ ഒരു തെലുങ്ക് സിനിമയായിരുന്നു ഏജന്റ് എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ടി വിയിൽ പിന്നെ സ്ട്രീം ചെയ്തിരുന്നു. ഇപ്പോൾ TV റിപ്പൊക്കെ അവൈലബിൾ ആണ്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു തമിഴ് മൂവിയാണ്, ഒരു ആക്ഷൻ മൂവിയാണ്. വെപ്പൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വസന്തരവിയും സത്യരാജൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഒരു സൂപ്പർ ഹീറോ ആക്ഷൻ മൂവിയാണ്. അപ്പോൾ ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ വന്നിട്ടുള്ളത്. തമിഴ് തെലുങ്ക് ഭാഷയൊക്കെ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡ്യൂൺ പാർട്ട് 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, ബംഗാളി, മറാത്തി ഭാഷകളായിട്ട് ജിയോ സിനിമ വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. റീസ്റ്റോർ പോയിന്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് മുംബൈ ഷോസ് വഴിയാണ് ഈ ഒരു സയൻസ് ഫിക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത സിനിമയാണ്. നമ്മുടെ ഉർവശി, ഭാർഗവി തിരുവോത്തൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ ആമസോൺ പ്രൈമിൽ അതുപോലെ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത മലയാളത്തിലുള്ള ഒരു സിനിമയാണ് പ്രാപ്പട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു പരീക്ഷണ സയൻസ് ഫിക്ഷൻ ചിത്രം റിലീസ് ചെയ്തിട്ടുള്ളത്. റിവ്യൂ ചെയ്തിട്ടുണ്ട്, കാണാത്തത് കണ്ടു നോക്കാം. അടുത്തൊരു സീരീസാണ്, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ബൃന്ദ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തെലുങ്ക് സീരീസാണ്. തൃശ്യ അതുപോലെ തന്നെ ഇന്ദ്രജിത് സുകുമാരനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസ് ആയിരുന്നു. ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് സോണിലി വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ ആപ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഡോക്യുമെന്ററി സീരീസ് ആണ്. മോഡേൺ മാസ്റ്റേഴ്സ് SS രാജമൗലി എന്നാണ് ഈ ഒരു ഡോക്യുമെന്ററി സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയുടെ ഡയറക്ടേഴ്സ് കട്ടാണ്. റബൽ മൂൺസ് എന്ന സിനിമയുടെ ഡയറക്ടേഴ്സ് കട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള ആ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ മൾട്ടി ലാംഗ്വേജിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത ഒരു തമിഴ് സിനിമയാണ്. റൂബൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തതും ഒരു തമിഴ് സിനിമയാണ്. മൂന്നാം മനിതൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്. 10 ജൂൺ കി രാത് ചാപ്റ്റർ 1 എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്നാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് തമിഴ് ഈ 2 ഭാഷകളായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. റാണി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. തെപ്പ സമുദ്രം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സ്പാനിഷ് ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. 13 എക്സോസിസം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ് ഭാഷ കൂടാതെ തമിഴ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച ജൂലൈ മാസം 29 മുതൽ ആഗസ്റ്റ് മാസം 4-ാം തീയതി വരെ OTT റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു സിനിമയുടെ അപ്ഡേറ്റുകൾ നോക്കാം. ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ സിനിമയാണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഗസ്റ്റ് മാസം 9-ാം തീയതി, അതായത് ആഗസ്റ്റിലെ 2ാമത്തെ ആഴ്ച ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആഗസ്റ്റ് മാസം 9-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ആഗസ്റ്റ് മാസം 9-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ താത്ത വരാറ് ഒക്കെ. അപ്പോൾ തിയേറ്ററിൽ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്, കാണാത്തത് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.